വീടിന്റെ തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചിരുന്നതായിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ നാട്ടുകാരല്ല, ഞാൻ തന്നെ പൊട്ടിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ഇവരൊക്കെ സാക്ഷിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അയൽവാസികൾ, ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷിയാണ്. എന്താണ് പൊട്ടുന്നതെന്ന് ഞാൻ ചോദിച്ച് ഉടനെ എൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോയി നോക്കി അവരെ കൊണ്ട് നിർത്തിച്ചു. മനസ്സിലായില്ലേ? യഥാർത്ഥ വിവരം അയൽവാസികളൊക്കെ ചോദിച്ചാൽ പറയും. പോയി അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ പിന്നെ പോട്ടേന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പറ്റി ഇനി പൊട്ടിച്ചാൽ പിന്നെ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അല്ല, റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ് കളക്ടറും SP-യും അതുപോലെ തന്നെ ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. അത് വൈകൂല. ഇന്നിപ്പോൾ വലിയ മഴയുടെ വാണിങ്ങുള്ളതല്ലേ, അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കി പിന്നെ മഴ മാറിയാൽ ഇതിനുള്ള പരിഹാരം, പെർമനൻ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റൂല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ സേഫാക്കാം എന്നുള്ളത് അവർ എക്സ്പെർട്ട് കമ്മിറ്റി, കളക്ടർ അതാ പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി നോക്കിയിട്ട് പറയാമെന്നാണ്. ഈ അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പ് ഈ മണ്ണിടിച്ചിലിന് കാരണമായി എന്നൊക്കെ പരാതികളുണ്ടല്ലോ. അതിൽ ഇപ്പോൾ പറഞ്ഞ വാക്ക് തന്നെ അതുണ്ട്. അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. 2019 ഇവിടെ മണ്ണിടിഞ്ഞ സ്ഥലമാണ്. വീണ്ടും ഇവിടെ ജിയോളജിസ്റ്റ് അടക്കം പരിശോധിച്ച് പാറ പൊട്ടിക്കാനടക്കം എങ്ങനെ പെർമിറ്റ് നൽകിയെന്നൊരു ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് സംഭവം. പെർമിഷൻ കൊടുത്തു എന്നാണ് അവർ. നമ്മളൊക്കെ നേരത്തെ പോലീസിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ നേരത്തെ പൊട്ടിക്കാനാ അല്ല, നേരത്തെ മണ്ണെടുത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട രണ്ടും കൂടി കൂട്ടിക്കൊടുക്കല്ലേ. മണ്ണെടുത്ത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ ആയുർവേദ ആസ്പത്രിയോ പിന്നെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിൻ്റെ ആസ്പത്രി, അതേപോലെ വേറെ എന്തൊക്കെ അവർക്കേ അറിയുള്ളൂ. എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിറ്റേ അവർക്കുള്ളൂ. പൊട്ടിക്കാനുള്ള പെർമിറ്റ് അവർക്കില്ല. മിനിസ്റ്ററുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചിരുന്നതായിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ നാട്ടുകാരല്ല, ഞാൻ തന്നെ പൊട്ടിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ഇവരൊക്കെ സാക്ഷിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അയൽവാസികൾ, ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷിയാണ്. എന്താണ് പൊട്ടുന്നതെന്ന് ഞാൻ ചോദിച്ച് ഉടനെ എൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോയി നോക്കി അവരെ കൊണ്ട് നിർത്തിച്ചു. മനസ്സിലായില്ലേ? യഥാർത്ഥ വിവരം അയൽവാസികളൊക്കെ ചോദിച്ചാൽ പറയും. പോയി അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ പിന്നെ പോട്ടേന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പറ്റി ഇനി പൊട്ടിച്ചാൽ പിന്നെ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. 100% അനധികൃതമാണ്. ജിയോളജിസ്റ്റ് സ്ക്വാഡ് ഒക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും പറയുന്നത് അനധികൃതമാണ്, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കൽ. ഇവിടെ മണ്ണെടുക്കാൻ മാത്രമുള്ള പെർമിഷൻ, അതായത് ചെയർപേഴ്സൺ പറഞ്ഞതാണല്ലോ നേരത്തെ. മണ്ണെടുക്കാനും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ആയുർവേദ ആസ്പത്രിയും പിന്നെ പമ്പും അതിനു വേണ്ടിയാണ് അവർ നോക്കിയത്. അതും ഒരു പബ്ലിക് പിന്നെ പർപ്പസിന് വേണ്ടി ഉള്ള സംരംഭമാണ് മുനിസിപ്പാലിറ്റി. 19 മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം ഈ സംഭവത്തിൽ ഉൾപ്പെടെ ഇത് പ്രകൃതി ഈ കാര്യങ്ങളൊക്കെ പറയാം. ഈ കാര്യങ്ങളൊക്കെ നടന്ന് ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പുള്ളതാണ്. ഇനി അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ചോദിക്കണ്ട.